എങ്ങനെയായിരുന്നു ശരിക്കും ആ ഒരു സമയത്ത് പഠിപ്പ്? അവരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്ത് എഴുതാനോ ആൻസർ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നത് അവരുടെ അടുത്തൊക്കെ ഞാൻ ബയോളജി എങ്ങനെയായിരുന്നു NCERT? നമ്മളൊരു 12 മണിക്കൂർ പഠിക്കാന്ന് വിചാരിച്ചോ, ഒരു 6-7 മണിക്കൂർ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇഞ്ചുറി ഞാൻ അനുഭവിച്ചതാ. ഞാൻ എന്റെ ഡോക്ടറെ കാണുമ്പോൾ എനിക്ക് വേദന മറന്നു പോകും. കാലിനി റെഡി ആവാൻ ചാൻസ് ഇല്ല. പൊന്തൂല. പൊന്താൻ ചാൻസ് ഇല്ല. 10 റേഡിയേഷൻസ് ആയപ്പോൾ ഒരു ഇതെടുത്തുണ്ടായി, സ്കാൻ എടുത്തു. അതിൽ ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വീണ്ടും 15 പിന്നെയും ചെയ്തു. അങ്ങനെ മൊത്തം 25 റേഡിയേഷൻസ് കംപ്ലീറ്റ്. റേഡിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, വെയിൽ കൊള്ളുമ്പോൾ സാധാരണ ഒരാൾക്ക് വെയിൽ കൊള്ളുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഇപ്പോൾ പുറത്തിറങ്ങി എങ്ങനെ ചൂടുന്നു, അപ്പോൾ റേഡിയേഷൻ എത്രത്തോളം ഉണ്ടാവുന്ന അറിയില്ലേ. റേഡിയേഷന് നല്ല എഫക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ, നമുക്ക് മാറേണ്ടിയിട്ടല്ലേ എന്തായാലും. അത് ആ ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വിശ്വാസം നീ വെച്ചു. പിന്നെ കീമോ കംപ്ലീറ്റ് ചെയ്തു 17. അതും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കീമോ എടുത്തു. എനിക്കൊരു കരഞ്ഞിട്ട് കീമോ എടുക്കേണ്ടാവുന്ന അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് എടുത്തതാണ്. 21 ഡേയ്സ് കറക്റ്റ് ആകുമ്പോൾ പോയിട്ട് കീമോ എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് നാട്ടിലേക്ക് നമ്മൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പോവില്ലേ, വീട്ടിൽ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെയൊക്കെ വന്നിട്ട് കുറച്ച് ഡേയ്സ് ലീവിനൊക്കെ നാട്ടിലൊക്കെ വന്ന് എല്ലാവരെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഒരു പക്ഷെ ആ ടൈമിലൊന്നും ഞാൻ നടക്കില്ല കേട്ടോ. ഫുൾ ബെഡ് റിഡൺ ആയിരുന്നു. എന്നെ കൊണ്ടുവരികയും ചെയ്യുന്ന എൻ്റെ ഫാമിലിയാ. നല്ല സപ്പോർട്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. പെട്ടെന്ന് നമുക്ക് ട്രിവാൻഡ്രത്ത് എത്താനുള്ള ഒരു ഇതില്ലല്ലോ, കോഴിക്കോട് വരണ്ടേ. എന്നാലും അവരെന്നെ കൊണ്ടുവരും. കാരണം അവർക്ക് തന്നെ ഒരു ഇതായിരുന്നു, കുഴപ്പമുണ്ടാവില്ല. അവരും ആ ഒരു രീതിയിലായി ഉണ്ടായിരുന്നു. ഞാൻ വന്ന് എൻ്റെ അനിയത്തിനൊക്കെ കണ്ട് തിരിച്ചു പോകും. ഈ ടൈമിലാണ് നാട്ടിൽ വന്നത്. 8 മന്ത് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഫുള്ള് മുടിയൊക്കെ പോയി. എന്റെ ബ്രദർ ചോദിച്ചു ഒരിക്കലും എന്നോട്, നീ എന്തിനാ മുടിയൊക്കെ കളഞ്ഞു? കുറച്ച് മുടി വാങ്ങിയിട്ട് ഞാൻ ഒട്ടിച്ചു തരൂലായിരുന്നു. അവൻ ഭയങ്കര ചെറുതാവുന്ന 4 വയസ്സായിട്ടേ ഉള്ളൂ എനിക്ക്. അതുപോലെ ഞാനും അവന് ഓപ്പോസിറ്റീവ് ബ്ലഡ് ആയിരുന്നു. അപ്പൊ അവന്, എനിക്ക് ബ്ലഡ് ഇല്ല. അവന്റെ ബർത്ത്ഡേ ആണ് March 23. അപ്പം ഈ ടൈമിൽ ഞാൻ അഡ്മിറ്റ് ആയിരുന്നു, ബ്ലഡൊക്കെ കുറഞ്ഞിട്ട്. അപ്പോൾ അവനെ വിളിച്ചിട്ട് മാഡത്തിന് പറഞ്ഞ്, മാഡം എനിക്ക് എൻ്റെ ചാച്ചീന്ന് വിളിക്കും, ചാച്ചീനെ വേണം ബർത്ത്ഡേക്ക്. പിന്നെ മാഡത്തിന് ഭയങ്കര കമ്പനിയാ. അപ്പോൾ ഞാൻ ഒരു കുപ്പി ബ്ലഡ് എൻ്റെ ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു തരാം, ഓളോട് അത് കുടിച്ചാൽ മതി പറഞ്ഞിട്ട് ഇങ്ങ് വന്നോന്നൊക്കെ പറയും. അതുപോലെ ഈ കൗണ്ട് കൂടുക പറയുന്നത് ഹാപ്പി ആയിരുന്നാലും നമുക്ക് കൗണ്ട് കൂടുന്നൊക്കെ അവൻ്റെ വിചാരം എങ്ങനെയാണ്. എനിക്ക് ചെറിയ വന്നിട്ട് അവൻ എനിക്ക് തമാശയൊക്കെ പറഞ്ഞു തരും, ഞാൻ ചിരിക്കാൻ വേണ്ടിയിട്ട്. ഏതൊരു സിനിമയിലുണ്ടല്ലോ തമാശ പറഞ്ഞ എപ്പോഴാ ചിരിക്കേണ്ടത്? തമാശ വെച്ചാല് അവനിങ്ങനെ ലൈക്ക് ഓരോ ബുക്സിന്റെ ഇടയിലൊക്കെ ചില തമാശയൊക്കെ ഉണ്ടാവും. ആ ടൈമിലും അവന് ഈ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ചെറുതാണ് 4, 4, 5 എന്തായാലും LKG UKG ആ ഒരു ടൈമില്. അപ്പൊ അവന് അതൊക്കെ എടുത്തിട്ട് ഉമ്മാനോട് പറയും, ഇവക്ക് ഇത് കൊടുത്താൽ മതി, അവള് ചിരിച്ചാല്. അവനിക്കെന്താ ഞാൻ നാട്ടിലെത്തണം, അതിന് വേണ്ടിയിട്ടാ, വേറെ ഒന്നല്ല. അപ്പോൾ സുഖമായിട്ട് ഇവള് ഞാൻ മെല്ലെ ഇങ്ങനെ അവനിങ്ങനെ നടന്നൊക്കെ പറയില്ലേ, മെല്ലെ പിടിച്ച് ഞാളിങ്ങനെ നടത്തിക്കുന്നൊക്കെ ഒരു ഓർമ്മയുണ്ടായിരുന്നു. അതുപോലെ ഇനി പിടിച്ച് നടന്നാൽ മതി, വേഗം നടക്കുക എന്നെ പോലെ സ്പീഡിൽ എന്ന് അറിയുന്നവൻ. എനിക്ക് ചെറിയ മക്കളെ നമ്മൾ പിടിച്ച് നടത്തി പിന്നെ എല്ലാം വരെ അവൻ എന്നോട് പറയാം, നീ പിടിച്ച് നടന്നാൽ മതി, നീ വേഗം നടക്കാം നമുക്ക് സ്പീഡിൽ. ഭയങ്കര അവരൊക്കെ അവനെ മൊത്തം ഫാമിലി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു എനിക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കടന്ന് വന്ന ഒരാളാണ് ഇപ്പം എൻ്റെ ഹസ്ബൻഡ്. എന്തായാലും ഈ എൻട്രൻസിന് മെഡിക്കൽ കോളേജിൽ, അതും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ വേറൊരു സ്വപ്നം എനിക്കില്ലായിരുന്നു. ഞാൻ ഫിസിയോതെറാപ്പിയൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്നറിയോ, കാലിനി റെഡി ആവാൻ ചാൻസ് ഇല്ല, പൊന്താൻ ചാൻസ് ഇല്ല. കാരണം വെർട്ടിബ്രയാണ്, ലംബാർ റീജിയനാണ്, നെർവ്സൊക്കെ നല്ല എഫക്റ്റഡ് ആണ്. പക്ഷേ എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, അദ്നാൻ, സഫ്നത്ത്, 2 ആൾക്കാരാണ്. ഇപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. എന്താ പറയണ്ടെന്ന് അറിയില്ല ബിലാൽക്ക, ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ RCCന്ന് ഫിസിയോ ചെയ്തിട്ടുണ്ട്, വേറൊരു സ്ഥലത്ത് നിന്ന് ഫിസിയോ ചെയ്തിട്ടുണ്ട്. നോ ചേഞ്ചസ് ആയിട്ട് ഒരു ചേഞ്ചും വന്നിട്ടില്ല. പക്ഷെ അവരെൻ്റെ അടുത്ത് പറയുന്നത് എന്താ അറിയോ,
ഇത് റെഡി ആവുന്നില്ല, മിക്കവാറും സർജറി വേണ്ടിവരും. സർജറി ചെയ്താലും ഉറപ്പില്ല, ഇനി എണീറ്റ് നിൽക്കുമെന്ന് പോലും ഒരു ഉറപ്പില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ ഡെയിലി സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സാധനം എന്താണെന്ന് അറിയാം, എല്ലാവരും ഫിസിയോതെറാപ്പി ചെയ്തിട്ട് എണീറ്റിരിക്കണം, ഞാൻ അതിൽ ഹൈ ലെവലായിട്ടാണ് ഓടണം എന്ന് മാത്രമല്ല, എനിക്ക് നീറ്റ് എക്സാം എഴുതണം, എന്നിട്ട് എനിക്ക് ഡോക്ടറായിട്ട് മെഡിക്കൽ കോളേജ് പഠിച്ചിട്ട് എനിക്ക് ഡോക്ടറാണ്. ഈ ഒരു കാര്യമാണ് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത്. എല്ലാവരും ചോദിക്കൂ ഈ ഒരു അവസ്ഥയിൽ ഇനി എങ്ങനെ ഡോക്ടറാവാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത്. വേണോ നീറ്റിനൊക്കെ പോകണം, വെറുതെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തൂടെ, ഇങ്ങനെ കുത്തിറിഞ്ഞിട്ടൊക്കെ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ? ഒരു രക്ഷയില്ല. കാരണം എൻ്റെ മാഡത്തിനെ കണ്ടിട്ട് ഒരു പേഷ്യൻറ്റിനെങ്കിലും ഞാൻ കാരണം ക്യൂർ ആണെന്ന് അത്രയും എനിക്ക് വലിയ ആഗ്രഹം. ഇപ്പോഴും ഞാൻ പറയുന്നില്ലേ, MBBS ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയാം ഇത്രയും ഡിലേറ്റ് ഞാൻ വിടാത്തത്. എനിക്ക് ക്ലാസ് പോകാൻ കുറേ ഒരുപാട് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ബിലാൽക്ക് ഒരാളെ എനിക്ക് അവരെ പുഞ്ചിരി ഞാൻ അനുഭവിച്ചതാ. ഞാൻ എൻ്റെ ഡോക്ടറെ കാണുമ്പോൾ എനിക്ക് വേദന മറന്നു പോകും. എനിക്ക് എൻ്റെ ഡോക്ടറോടൊക്കെ എത്രത്തോളം. അപ്പം നമ്മളൊരാളെ ട്രീറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും നല്ല ഡോക്ടറാവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എത്ര ടോക്കേറ്റീവ് ആണ് അത്രയും പേഷ്യൻസിന് നമ്മൾ ഭയങ്കര ഇഷ്ടമാവും. മിണ്ടാത്ത ഡോക്ടർമാരെ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഭയങ്കര താല്പര്യം, ഇപ്പോഴും എൻ്റെ വലിയ ഡ്രീമാണത്. ഒരാളെങ്കിലും ഒരാളെങ്കിലും എന്നിട്ട് എനിക്ക് എന്തായാലും മരിച്ചാലും വേണ്ടിയില്ല പറ്റട്ടെ. മികച്ച ഭാവിയിൽ എന്ത് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കും? ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് തന്നെ ആണോ? എന്റെ മാം പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെയർ ഇട്ടായിരുന്നുണ്ട്, ഓങ്കോളജി എടുക്കണം എന്നാണ് താല്പര്യം. ഇനി നമുക്ക് മുന്നോട്ടേക്ക്. പക്ഷെ എനിക്ക് ഈ ചെറിയ മക്കളെ ഭയങ്കര ഇഷ്ടാട്ടോ. പീഡിയാട്രിക് ഓങ്കോളജി എടുക്കാമല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. സേറ എടോ, നിന്റെ കഥ ഇപ്പം നമുക്കൊക്കെ ഒരു എന്താ പറയുക ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, നമ്മളൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്ത, നിന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്ത വ്യക്തി ആരാ? അത് ഒന്നുമില്ല, എൻ്റെ ഡോക്ടർ ദിബാസു സെന്റ് ജോയ് ഫിലിപ്പ്, ട്രിവാൻഡ്രം RCCയിലെ എൻ്റെ ഓങ്കോളജിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം വലിയൊരു CMCയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എന്താ പറയണ്ടേ, എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഇങ്ങനൊരു ഡോക്ടർ ഉണ്ടെന്നുള്ള ഞാൻ ആദ്യമായിട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട് ലൈഫ് തന്നെ വെച്ച ഒരാളാണ്. അതായത് സാധാരണ നമ്മൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഡോക്ടേഴ്സ് അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ പോകും. മാമിന് ഡ്യൂട്ടി ടൈമൊന്നുമില്ല. രാവിലെ ആയാലും രാത്രി ആയാലും മാമിൻ്റെ പേഷ്യൻസ് അവിടെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ ഞങ്ങളെ കൂടെ. ഏത് നട്ടപാതിരൊക്കെ വിളിച്ചാലും മൂപ്പത്തി അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാനൊക്കെ ഈ സൺഡേ ഒക്കെ അഡ്മിറ്റ് ആവുന്ന ടൈമിൽ ഞാൻ വിളിച്ചിട്ട് ചോദിക്കും, എന്താ അറിയോ, രാവിലെ എണീറ്റിട്ട് മാമിനെ കണ്ടാലില്ലേ ആ ദിവസം തന്നെ പെയിൻ ഉണ്ടോന്നോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ള ഒരു ഇതുണ്ടാവില്ല. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്. എന്ന് വെച്ചാൽ അത്രയും ഞാൻ എന്നെ സ്വന്തം അനിയത്തി എന്നാണ് പറയുക. അതായത് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനൊരിക്കലും ആൻറ്റിബയോട്ടിക് വേണ്ടാന്ന് പറഞ്ഞ് കരഞ്ഞല്ലോ. അന്ന് കേഷ്വാലിറ്റി എന്നായിരുന്നു ആ സംഭവം നടന്നത്. കേഷ്വാലിറ്റിയിലുള്ള ഡോക്ടർ വിളിച്ച് മാമിനോട് പറഞ്ഞു, മാമിൻ്റെ ഫാത്തിമത്ത് വന്നിട്ട് ഇവിടുന്ന് മെഡിസിൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. യെസ്. അപ്പോൾ മാം എന്നെ ഫാത്തിമത്ത് എന്നാണ് വിളിക്കുക. അപ്പോൾ ഓക്കെ മാം OP കഴിയുന്നവരെ അവൾക്ക് ട്രിപ്പ് ഇട്ടോന്ന് പറഞ്ഞു. അപ്പം ട്രിപ്പ് ഇട്ടു. പിന്നെ OP കഴിയുന്നവരെ മദറിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നെ അവിടെ കേഷ്വാലിറ്റിയിൽ നിർത്തിയിട്ട് ഉമ്മ പോയി. മാം കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു. മാം പറഞ്ഞു, അവൾ എൻ്റെ സ്വന്തം അനിയത്തിയാണ്. എനിക്ക് ഞാൻ അവളൊരു പേഷ്യൻ്റായിട്ടൊന്നുമല്ല കാണുന്നത്, എൻ്റെ സ്വന്തമായിട്ടാണ് കാണുന്നത്. അപ്പം മെഡിസിൻ എടുക്കുന്നത് അവളെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഒന്ന് പറഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ മാം ഫുൾ കരഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം. കാരണം ഇത്രയും ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കുമ്പോൾ ഞാനിങ്ങനെയാണ് വേണ്ടാന്ന് പറയാം. ആ സമയം ഞാൻ പറഞ്ഞു ബ്രദറിനോട് പറഞ്ഞു. ബ്രദർ മീൻസ് സിസ്റ്റർ ബ്രദർ ആട്ടോ. ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ വേഗം കയറ്റിക്കോ, എനിക്ക് പ്രശ്നമില്ല. പിന്നെ എനിക്ക് ഈ ആൻറ്റിബയോട്ടിക് എടുത്ത തന്നെ എനിക്ക് ഓർമ്മയില്ല, കാരണം ഇത്രയും സ്മൂത്ത് ആയിട്ട്. കാരണം ഞാൻ പിന്നെ ചിന്തിച്ചെന്താ പറയുക, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ക്യൂർ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ നമുക്ക് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ മാം എന്ത് പറഞ്ഞാലും എനിക്ക് വേഗം ചെയ്യണം. മാമിനെ പിന്നെ കരയിക്കരുത് എന്നുള്ളൊരു
സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് കീമോ ചോദിച്ചു വാങ്ങി ചെയ്യും, പിന്നെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യും, കറക്റ്റ് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും മാമിൻ്റെ ഒരു കോള് മതി എനിക്ക്, ഞാൻ ഓക്കെ. ഇപ്പോഴും നീ വിളിക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ മെസ്സേജ് അയച്ചു, വെറുതെ മെസ്സേജ് അയച്ചു ബുദ്ധിമുട്ടിക്കും ഞാൻ, മാം എനിക്ക് അങ്ങനെയാണ്, മാം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ മാം കറക്റ്റ് ഫോളോ ചെയ്യും കേട്ടോ, കറക്റ്റ് ഇത്ര ടൈമിൽ ഇത്ര ഇതിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും. ഡോക്ടർ ആവണമെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഡോക്ടറാണ്. കാരണം ഞാൻ മാമിൻ്റെ ഏത് പേഷ്യൻസിനോട് ചോദിച്ചാലും ആര് വേണമെങ്കിലും പറയും. ദീപ മാമിന് ഞാൻ കണ്ടിട്ട് പിന്നെ ഒരു അങ്ങനത്തെ ഡോക്ടർ ഞാൻ കണ്ടിട്ടില്ല, പേഴ്സണൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളെ ആ ഒരു കാര്യത്തിൽ ശരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു ഡോക്ടറാണ് ഇഷ്ടം. കാരണം നമ്മളൊക്കെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം മാമിനെ, ഇത്രമാത്രം മാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വലിയ കാര്യം. തീർച്ചയായും. എന്തായാലും അപ്പോൾ അങ്ങനെയാണ് സെഹ്റയുടെയും സെഹ്റയുടെ പ്രിയപ്പെട്ട ഡോക്ടർമാരുടെയും ഒക്കെ കഥ. ഇനി നമുക്ക് കുറച്ച് അക്കാദമിക്സിലേക്ക് വന്നാൽ ബുദ്ധിമുട്ടുണ്ടോ? അവൾക്ക് ഇപ്പോഴും ചുമയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് ശരിക്കും ആ ഒരു സമയത്ത് പഠിപ്പ് ഓൺലൈൻ? അന്ന് ഇതേപോലെ ഇപ്പൊ എജുപോർട്ടൊക്കെ ഉള്ള പോലത്തെ മാത്രമല്ല ഞാൻ അങ്ങനെ ഫോൺ അധികം യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. പഠിപ്പ് പോയിരുന്നു. ഫിസിക്സ് എങ്ങനെ പഠിക്കും, കെമിസ്ട്രി, അതുപോലെ അതായത് ഞാൻ ആദ്യം ഇങ്ങനെ എൻട്രൻസിന് പോയിണ്ടായിരുന്നു പറഞ്ഞില്ല. ഈ +2 പഠിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ ബുക്സ് ഒക്കെ നമ്മളെ മുന്നേ കഴിഞ്ഞ് പോയ ഡോക്ടേഴ്സ് ആവാൻ പഠിക്കുന്ന അവരുടെ അടുത്ത് നോക്കി ഞാൻ ബുക്സൊക്കെ ഇങ്ങനെ എല്ലായിടത്തുനിന്ന് ഇങ്ങനെ ചോദിച്ച് കളക്ട് ചെയ്ത് പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തതാണ്. അപ്പം അതിങ്ങനെ ഓരോ ഫിസിക്സിനായാലും കെമിസ്ട്രിക്കായാലും ബയോളജിക്കായാലും ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ആ ബുക്സ് മൊത്തം എനിക്ക് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. ഏത് ക്വസ്റ്റ്യൻ ഇപ്പം കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ എനിക്ക് മെൻറ്റർ ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് ചോദിക്കും. ഇടയ്ക്ക് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കും. അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ സാറന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എന്നെയൊക്കെ പഠിപ്പിച്ച, അപ്പോൾ അവരുടെ അടുത്ത് വിളിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കും. അങ്ങനെ പിന്നെ പഠിക്കുന്ന കുട്ടികളില്ലേ, എൻ്റെ കഴിഞ്ഞ് പോയ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ച. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഷെയർ ചെയ്ത് എഴുതാമോ ആൻസർ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നത് അവരുടെ അടുത്തൊക്കെ ഞാൻ ബയോളജി NCERT ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രി കൺസെപ്റ്റ് ആയിരുന്നു മെയിൻ. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ കറക്റ്റ് ആ എക്വേഷൻസ് കറക്റ്റ് എഴുതി പഠിക്കണം. അത് അങ്ങനെ തന്നെ എഴുതി പഠിക്കണം. അതുപോലെ ഞാൻ ടൈമും എനിക്ക് കറക്റ്റ് ടൈം, ഞാൻ എക്സാം 3 മണിക്കൂറിന് 20 മിനിറ്റ് മുന്നേ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് മിസ്റ്റേക്സ് ഉറപ്പില്ല, എനിക്ക് ആൻസർ അറിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ എഴുതൂല. കാരണം വെറുതെ -1 വരേണ്ട ആവശ്യമില്ലല്ലോ. അത് ഞാൻ എഴുതിയിട്ടില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുപോലെ ബയോളജി കാരണം നമുക്ക് വേഗം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവും ബയോളജിയിൽ. അപ്പം ഞാൻ കറക്റ്റ് നോക്കും ബയോളജിയിൽ ഏതാണ് ക്വസ്റ്റ്യൻ. ഒരു രീതിയിൽ മാറിപ്പോയി, കാരണം എനിക്കറിയാം. കാരണം ഇത്രയും സ്ട്രെയിൻ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ അത് നെഗറ്റീവ് ആക്കി വിടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കെമിസ്ട്രി ആയാലും ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റോങ് വരരുത് എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു. ഫിസിക്സിൽ നമുക്ക് ഏറ്റവും അബദ്ധം പറ്റുന്ന ഒരു കാര്യമാണ് km/h ക്വസ്റ്റ്യൻ വന്ന m/s. ചില അത് നമ്മൾ മാറ്റി അങ്ങനെ തന്നെ യൂണിറ്റിൽ എഴുതിയിട്ടില്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കുകയും ചെയ്യും. അത് കറക്റ്റ് നോക്കിയാ ഫിസിക്സിന് മിസ്റ്റേക്ക് അത് എത്രയോ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഫിസിക്സ് ഞാൻ ഇക്വേഷൻസ് നല്ലോണം നോക്കി കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കി നമുക്ക് രീതിയിൽ മനസ്സിലാക്കി എടുത്തിട്ട് എന്നിട്ട് അത് വെച്ചിട്ടായിരുന്നു കണക്ട് ചെയ്തിട്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. ഞാൻ ഒരു ഡെയിലി എനിക്ക് തോന്നുന്നത് ഇപ്പം 12 ഞാൻ സുമാർ പറയാണേ, കറക്റ്റ് എനിക്ക് ഓർമ്മ എന്നാലും പറയാം. നമ്മളൊരു 12 മണിക്കൂർ പഠിക്കാന്ന് വിചാരിച്ചോ, ഒരു 6-7 മണിക്കൂർ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ബയോളജി ഞാൻ NCERT അത് വായിച്ചല്ലേ അങ്ങനെ വിട്ടേക്ക് എന്നുള്ളൊരു രീതിയിൽ എടുക്കൂലായിരുന്നു. വായിച്ചാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം എനിക്ക് ഭാരം തോന്നാണ്ടിരിക്കാൻ വേണ്ടി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്കിനെ മൊത്തം. സ്പ്ലിറ്റ് ചെയ്ത്, കാരണം വെറുതെ ഇങ്ങനെ നമുക്കുള്ള ഒരു സ്വഭാവം അല്ല, ഇങ്ങനെ മറിച്ചിട്ട് നോക്കും ഇത് ഇത്ര ഉണ്ട്, സ്പീഡിൽ വായിച്ചു ഇത് പെട്ടെന്ന് തീർക്കും. പക്ഷെ കൺസെപ്റ്റ് നമുക്ക് അന്നേരം ചിലപ്പോൾ കിട്ടിയെന്ന് വരുന്നില്ല. അപ്പൊ നമ്മൾ വേഗം എന്റെ ബുക്കൊക്കെ ഞാൻ ഓടാൻ പോകുമ്പോ എല്ലാം ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വിചാരിക്കും, ആദ്യത്തെ
1 കിലോമീറ്റർ ഓടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഈ കാര്യം. 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ എന്നിട്ട് നിർത്തായിരുന്നു. അതിന് 1:100 എത്തിയാല് ഇനി അടുത്തൊരു കിലോമീറ്റർ കൂടെ ഷോർട്ട് ആയിട്ട് എന്റെ അങ്ങനെ ബുക്കൊക്കെ ഞാൻ ഇങ്ങനെ പാർട്ടാക്കി പീസാക്കി വെച്ചു പുസ്തകം. പീസാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ബുക്കിനെ മൊത്തം. റിവിഷൻ പ്രോപ്പർ ആയിട്ടല്ലേ? റിവിഷൻ proper ഇപ്പൊ കുറെ കുട്ടികളുടെ പ്രശ്നമാണ് പ്രോപ്പർ ആയി അതുപോലെ ഞാൻ രാത്രിക്ക് എനിക്ക് ഇഷ്യൂസ് ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ ഞാൻ രാത്രിക്ക് ഞാൻ നമ്മള് ഇഷ കഴിഞ്ഞ അന്നേരം കിടന്നു നമുക്ക് ഫുഡ് അയച്ചിട്ട്. അത് എനിക്ക് അറിയില്ല, പഴയ ആൾക്കാർ പറയുന്നതാണ്. ഉമ്മയൊക്കെ പറയും രാവിലെ എണീറ്റ് പഠിച്ചാല്, പപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടം രാവിലെ എണീറ്റ് പഠിക്കുന്നത്. രാവിലെ എണീറ്റ് പഠിച്ചാൽ എങ്ങനത്തെ അത്, പക്ഷെ അത് എന്റെ കാര്യത്തിൽ അത് റെഡി ആട്ടോ. രാവിലെ എണീറ്റ് പഠിച്ച എനിക്ക് രാവിലെ 4 മണി 5 നേരത്തെ എണീറ്റ് പഠിക്കാം. ഞാനൊരു ശരിക്കും ആ ഒരു സമയത്തെ പറ്റി പറഞ്ഞു. 4 മണിക്ക് പറ്റി ഇങ്ങനെ ഒരു സാധനം കിട്ടോ നമ്മുടെ ശരീരത്തിൽ. ഇപ്പൊ ഇതറിയില്ലേ, ഇപ്പൊ ഈ ഫൈനൽ ഇയറിലേക്ക് കയറാൻ പോലെ നമ്മുടെ ശരീരത്തിൽ ഈ സ്ട്രോക്ക് വരാൻ ചാൻസ് ഉള്ള സമയം 4 മണിയാണ്. അതിന് കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മളെ ബ്ലഡ് ആന്റി കൊയാഗുലൻസ് ഏറ്റവും ബ്ലഡ് കൊയാഗുലേഷൻ ചാൻസ് കൂടുന്ന ഒരു പീരീഡ് ആണ് അത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതല്ലാത്തൊരു സൈഡ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു പീരീഡ് ആണ് അത്ര ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭയങ്കര എനർജറ്റിക് ആക്കും, ഭയങ്കര യൂഫോറിക് ആയിരിക്കും പഠിക്കാൻ. പക്ഷെ ആ ടൈമില് ശരിക്കും എന്ത് വായിച്ചോ അത് നല്ല പക്ക ഓർമ്മ ഉണ്ടാവും എക്സാമിനൊക്കെ പോയാലൊക്കെ. എനിവേ എനിക്ക് തോന്നുന്നു നമുക്ക് അസീബിനെ കൂടെ വിളിക്കാന്ന് അല്ലേ ശീലേട്ടാ? അസീബ് കം. അസീബിനെ ഞാൻ അവിടെ ഇങ്ങനെ പിടിച്ചിരുത്തിയേക്കാട്ടോ. ഇവന് ഇതിനൊന്നും ഒരു താല്പര്യം. ഇവൻ സെഹ്റക്ക് പോലും, സെഹ്റയെ ഞാൻ കുറേ ആയിട്ട് ഏകദേശം അല്ലേ സെഹ്റ 1 ഇയറോളായിട്ട് ഞാൻ സെഹ്റയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു ഇന്റർവ്യൂ. അതെന്താന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവും. ഞാൻ വിചാരിച്ചു സെഹ്റയുടെ കഥ ഈസ് എൻ്റെ ഒരു 1000 ഇരട്ടി ഇൻസ്പയറിംഗ് ആണ്. ഇപ്പൊ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു പേഴ്സൺ ആണ് സെഹ്റ. അപ്പൊ ആ ഒരു കഥ അല്ലെ ഒരുപാട് പേർക്ക് ഒരു പോസിറ്റിവിറ്റി, തീർച്ചയായും ഒരുപാട് പേർക്ക് പോസിറ്റീവ്. അപ്പൊ അങ്ങനെ ഡെയിലി 2 നേരം ഗുളിക കുടിക്കുന്ന പോലെ വിളിച്ചിട്ടാണ്. കാരണം അവൾക്ക് ആ ഒരു പ്രശ്നമാണ്. പിന്നെ അസീബ് അവളെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്തെന്നുള്ളേ പറയാന്ന്. അസീബും കൂടെ പറഞ്ഞതുകൊണ്ടാണ് അവൾ ഇപ്പൊ ഇതിന് റെഡി ആയത്. അപ്പൊ അവര് 2 പേരും അങ്ങനെ അധികം ഒന്നും മീഡിയ പ്രസൻസ് ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ പിടിച്ചിരുത്തിയതാണ്. സോ ഫൈനലി സെഹ്റ, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട്, അതിപ്പോ എൻട്രൻസ് ആവാം, മെഡിക്കൽ എൻട്രൻസ് ആവാം, മറ്റ് പരീക്ഷകളാവാം, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം വെച്ചാൽ എല്ലാം ടെൻഷനാ. ചെറിയൊരു പ്രശ്നം മതി വീട് വിട്ടു പോകുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് റിപ്പീറ്റിംഗ് സെന്റർ ഉള്ളതുകൊണ്ട് അറിയാം, ഒരു പരീക്ഷയിൽ മാർക്ക് പറയുമ്പോഴത്തേക്ക് അയ്യോ സാറേ ഞങ്ങളൊരു കൊല്ലം പോലും ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നു, ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന കുട്ടികളാണ്. അത് അവരുടെ പ്രശ്നമല്ല കേട്ടോ. മെന്റലി അത്ര ഭയങ്കര ഫ്രജൈൽ ആയിക്കൊണ്ടിരിക്കുക നമ്മളെ കുട്ടികൾ. അപ്പൊ എന്താണ് നിനക്ക് പറയാനുള്ളത് കുട്ടികളോട്, ഇങ്ങനത്തെ മത്സര പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്വപ്നം കാണുന്ന കുട്ടികൾ? ഞാൻ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ ഇപ്പോൾ ഹൗസ് ഏജൻസി കഴിഞ്ഞു. അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഡോക്ടേഴ്സായിട്ട്. ഞാൻ എൻ്റെ അതായത് അസുഖം വന്നതിന് ശേഷം എൻ്റെ 3 ഇയർ ഓൾമോസ്റ്റ് 2 ഇയർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് 1 ഇയർ ഫിസിയോതെറാപ്പി, ഇത്രയും ടൈം എൻ്റെ പോയി എന്നാണ് വിചാരിക്കുക. പക്ഷെ അതെനിക്ക് യൂസ്ഫുള്ളാണ്. ബിക്കോസ് ഞാൻ പഠിക്കുകയായിരുന്നു. അതെനിക്ക് നീറ്റിലേക്ക് ചെയ്യാനും കഴിഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നത്. അപ്പം ഒരിക്കലും നമ്മളെ ടൈം തീർന്നു പോയി അല്ലെങ്കിൽ നമുക്കിനി മുന്നോട്ടേക്ക് പോകാനാവില്ല, എനിക്ക് പറ്റില്ല. ഞാൻ പലപ്പോഴും പല കുട്ടികളും എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇനി എന്താവും, എൻ്റെ കരിയർ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ കുറേ മെസ്സേജസൊക്കെ ഇഷ്ടം പോലെ വരുത്തണം. അപ്പോൾ പറ്റില്ല എന്നുള്ളതില്ലേ അതങ്ങോട്ട് മാറ്റി വെക്കുക, എന്നിട്ട് പറ്റുമെന്ന് ചിന്തിക്കാൻ തുടങ്ങുക. അതായത് നമ്മളിപ്പോൾ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആ ഒരു വെയിൽ തന്നെ ആയിപ്പോൾ അതിന് പകരം നമ്മൾ ഡെയിലി നമ്മൾ ഒന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി ഡെയിലി എണീറ്റിട്ടിട്ട് എനിക്ക് പറ്റും, ഞാനത് ചെയ്തിരിക്കും, എനിക്ക് നീറ്റിന് പഠിക്കാൻ പറ്റും, ഞാൻ എക്സാം എഴുതും, ഞാൻ MBBS ഏതെങ്കിലും നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കയറും, എന്നിട്ട് നമ്മൾ നല്ലൊരു ഡോക്ടറാവുന്നത്. നിങ്ങളത് ഡെയിലി പറഞ്ഞു നോക്ക്, അത് തന്നെ മതി നിങ്ങൾക്ക്. അത് ചെയ്തിരിക്കാൻ പറ്റും ഷുവറായിട്ടും. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ നടന്ന എൻ്റെ സ്വന്തം അനുഭവമാണ്. കാരണം ഞാൻ അന്ന് അവിടെ മടി പിടിച്ച് ഇരുന്ന് ബെഡ് റിട്ടേൺ ആയിട്ട് കിടന്നിട്ട് ആ കിടത്തം ഞാൻ അന്നും അവിടെ കിടക്കുമായിരുന്നു. എനിക്ക് ഇന്ന് ഇവിടെ ഇരുന്ന് വന്നിട്ട് ബിലാൽ ഖാൻ്റെ അടുത്തോ അല്ലെങ്കിൽ പോട്ടെ ഇങ്ങനെ ഒരു ലൈഫ് പാർട്ണർ എനിക്ക് കിട്ടുന്നത് പോലും അറിയില്ല. ഞാൻ അന്ന് അവിടെ ഇങ്ങനെ കിടന്നിരുന്നെങ്കിൽ. അപ്പം നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. അതായത് പിന്നെ ചെയ്യാൻ പറ്റില്ല, ഓക്കാതെ എനിക്കത് പറ്റുമോ, ഇനി എന്താക്കൂ, ഇനി വീണ് പോകുന്നൊക്കെ പറയുന്ന നമ്മളെ എല്ലാ രീതിയിലും
ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ, എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ഒരിക്കലും ആ മോട്ടിവേഷൻ എടുക്കരുത്. കാരണം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതാ ഇതിലൂടെ കേട്ടിട്ട് ഒഴിവാക്കുക. മെയിൻ എല്ലാവരുടെ വിഷയവും ടെൻഷനാണ്. ടെൻഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരൊറ്റ വഴിയെന്ന് വെച്ചാൽ മൈൻഡ് കാമാക്കുക. അതായത് ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ബ്രീത്തിങ് എക്സസൈസ്, അതായത് നമ്മൾ ഡീപ്പായിട്ട് കാമായിട്ട് ഇരിക്കുക, ഒരു സ്പേസിൽ ഇരിക്കുക, എന്നിട്ട് ബ്രെത്ത് എടുക്കുക, എന്നിട്ട് അത് ഹോൾഡ് ചെയ്യുക, ഒരു 4 സെക്കൻഡ് അത്ര മതി, ഹോൾഡ് ചെയ്താൽ മതി. എന്നിട്ട് അത് മെല്ലെ മെല്ലെ ലാഗ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുക. ഇതൊരു 10 to അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യും. എല്ലാം പിന്നെ ഒരു ഇത് പൂത്തി പിടിക്കുക, എന്നിട്ട് ഒതിലെടുക്കുക, എന്നിട്ട് ഒന്നിലൂടെ ശ്വാസം വിടുക. ഇതിങ്ങനെ കുറച്ചൊരു 10 to 15 ടൈംസ് ഒരു ഡെയിലി മോർണിംഗിൽ നമ്മൾ എഴുന്നേറ്റ പാട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇത് ചെയ്ത് നോക്കിയാൽ എന്താ അറിയില്ല, അന്ന് നമ്മളെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. നമുക്ക് ഷുവറായിട്ട് ഞാൻ അങ്ങനെ വിശ്വാസിയായ ഒരാളാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് നമുക്ക് എന്ത് കിട്ടുന്ന എന്തും നമ്മളെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ്ട് ഒരിക്കലും അത് നമ്മളെ ക്വാളിറ്റി കുറയ്ക്കുന്നില്ല. അപ്പം നമ്മളെ ഒന്നുകൂടെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ പറയുക, ഈ എൻട്രൻസ് അല്ലെങ്കിൽ വേറെ ഏത് എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാം വന്നാലും ടെൻഷനോട് അഭിമുഖീകരിച്ചാൽ അത് നമുക്ക് നമ്മൾ വിചാരിച്ച സക്സസ് തരില്ല. ഈ ടെൻഷൻ ഒഴിവാക്കിയിട്ട് തന്നെ ചെയ്താലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിങ്ങനെ ചെയ്ത് നോക്കുക. എനിക്ക് കിട്ടിയൊരു അനുഭവമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് അച്ചീവ് ചെയ്യുമെന്ന് എപ്പോഴും നമ്മളെ മൈൻഡിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. മൈൻഡിനോട് നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളെ മൈൻഡ് അടിപൊളിയാണ്. കാരണം അത് പറഞ്ഞാൽ എങ്ങനെ കേൾക്കും, കേട്ടിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മളെ മൈൻഡ് എൻ്റെ മനസ്സ് ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനല്ല. കറക്റ്റ് അത് ഉറപ്പിച്ച് പറഞ്ഞു നോക്ക്, ഷുവറായിട്ട് നിങ്ങൾക്കൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. കാരണം ഇതൊന്നും ഇമ്പോസിബിൾ, അതായത് അല്ലാത്തൊരു കാര്യം എന്തായാലും ഈ ലോകത്ത് നടക്കില്ലല്ലോ. ഒരുപാട് ആൾക്കാർക്ക് നീറ്റ് എക്സാം എഴുതി ഡോക്ടർമാരായ ആളുകളാണ്. അപ്പോൾ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്താണ്, ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളൊരു മനസ്സുണ്ടാവണം. അത് മാത്രമല്ല, ഈ പറ്റൂല എന്നുള്ള ആ ഒരു വേർഡ് നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ ഒഴിവാക്കണം. കാരണം നമ്മളെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളിലേക്കാണ് കൂടുതൽ നമുക്ക് അസൂയുള്ള ആളുകളായിരിക്കും. അത് മാത്രമല്ല, നമ്മളെ പേരൻസിനെയൊക്കെ വല്ലാതെ പ്രഷർ ചെയ്യിപ്പിക്കും അവര്. അങ്ങനത്തെ ആളുകൾ ആവരുത് നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത്. ഒരിക്കലും അവർക്ക് നമ്മളെ ലൈഫ് വിട്ടുകൊടുക്കരുത്. അപ്പോ എന്താ പറയാ, ഒരുപാട് സമയം അവളുടെ സുഖമില്ലായ്മകൾക്കൊക്കെ ഇടയിൽ വന്ന് നമ്മളോട് ഇത്രയും സമയം ചെലവഴിച്ച എന്താ പറയാ സെഹിറയെ കൊണ്ടുവന്ന സെഹിറയുടെ അസീബിനും എന്താ പറയാ, ശരിക്കും ബിലാൽ ഞാൻ വരൂലായിരുന്നു. പക്ഷെ ഇവര് 2 പെങ്ങന്മാരുണ്ട്, ഭയങ്കര ആക്റ്റീവാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിന്നെ ഇവിടെ എത്തിച്ചേ. അപ്പൊ അസീബ് ഖാന്റെ അവരിങ്ങനെ പറയുന്നുണ്ട്, ബിലാൽക്ക് വിളിക്കുന്നത് നിങ്ങൾ പോവാത്തെന്താ, ബിലാൽക്ക് എത്രയോ തവണ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും സെഹിറക്കും ഹസീബിന്റെ പെങ്ങന്മാർക്കും സെഹിറയുടെ ഉമ്മയും ഉപ്പക്കും എല്ലാവർക്കും എന്താ പറയാ, എനിക്കൊരു അനിയനും അനിയത്തിക്കും എല്ലാവർക്കും, മൻസൂറിനും ഒക്കെ അല്ലെ, മൻസൂറൊക്കെ ഒരു ഫാക്ടറാണെന്ന് നമ്മളോട് ഇരിക്കാൻ. മൻസൂറിന്റെ കല്യാണത്തിന് പോയ അറിയാം. മൻസൂറിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അത് കാരണം പോകാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും എന്താ പറയാ ഒരു ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ നാളെ സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ബിലാൽ ഖാനോട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ലായിരുന്നു. എനിക്ക് അറിയുന്ന ഒറ്റപ്പെട്ട ആളുകളിൽ മാത്രം. പക്ഷെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഞാനിപ്പം ഇത് ചെയ്യുന്നത് കൊണ്ട് എജുപോർട്ടിൽ ഉള്ള കാര്യം ചെയ്യുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം കുട്ടികൾ. അപ്പം ഞാനതും ഇവരടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെ ഇത്രയും വലിയൊരു എത്രത്തോളം അത് മറ്റുള്ള ആളുകൾ എത്തുമ്പോൾ നമ്മൾ കാരണം ഒരാൾ ഇൻസ്പയർ ആയി. അപ്പോൾ ചിലപ്പോൾ എന്നെ പോലെയൊക്കെ അസുഖം വന്നിട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാണെന്ന് മുന്നോട്ട് ആരെങ്കിലും ഒരാൾ വന്നാൽ എനിക്ക് അത്രയും സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും സ്ട്രഗിളെടുത്ത് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചതും. നിങ്ങൾ ഇത്രയും വിളിച്ചിട്ട് എന്താ പറയുക, അത്രയും താല്പര്യത്തോടെ വന്നത് തന്നെ കേട്ടോ. ഞാനൊരു ആളൊരു ഇൻട്രോവേർട്ടാണ് കുറച്ചൊക്കെ, എന്നാലും
നമ്മള് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണം. നന്മ ചെയ്താൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു നന്മയുടെ ഒക്കെ അപ്പുറത്ത് സെഹ്റയുടെ ഡോക്ടറെ പറ്റി എന്തായിരുന്നു ഡോക്ടറുടെ പേര്? ഡോക്ടർ ദീപ സുസൻ. ദീപ സുസൻ ജോയ് ഫിലിപ്പ്. ജോയ് ഫിലിപ്പ്. അപ്പൊ സെഹ്റയുടെ പ്രിയപ്പെട്ട ദീപ ഡോക്ടറെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം മികച്ചൊരു ഡോക്ടറായിട്ട് അവൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളോട് ഞാൻ ലൈക്ക് ചെയ്യണമെന്ന് പറയേണ്ടി വരില്ല. ഐ നോ യു വിൽ ലൈക്ക് ദിസ്. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനിയും കാണാം. ബൈ. പോലെ ഇനി സൈറൊക്കെ ഫുഡ് കൊടുക്കണം. എങ്ങനെ പോണേ?